10 ദിവസത്തെ യാത്രയ്ക്ക് കാശ്മീരിലേക്ക് പുറപ്പെട്ട കുടുംബനാഥനില്ലാതെ 3-ാം ദിവസം തിരികെ വീട്ടിലെത്തിയ കാഴ്ച ഹൃദയഭേദകമായി. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മന്ത്രി പി പ്രസാദും ജില്ലാ കളക്ടർ NSK ഉമേഷും ചേർന്ന് ഏറ്റുവാങ്ങി. 10 ദിവസത്തെ യാത്രക്ക് കാശ്മീരിലേക്ക് പുറപ്പെട്ട കുടുംബനാഥനില്ലാതെ 3-ാം ദിവസം തിരികെ വീട്ടിലെത്തി. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മൃതദേഹം ബുധനാഴ്ച വൈകിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ചു. അവിടെ നിന്നും സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ മൃതദേഹം ഏറ്റുവാങ്ങി നോർക്കയുടെ ആംബുലൻസിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി പി പ്രസാദും ജില്ലാ കളക്ടർ NSK ഉമേഷും ചേർന്നാണ് ഏറ്റുവാങ്ങിയത്. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, MP-മാരായ ബെന്നി ബെഹന്നാൻ, ഹൈബി ഈഡൻ, MLA-മാരായ TJ വിനോദ്, അൻവർ സാദത്ത്, റോജി M. ജോൺ, എൽദോസ് കുന്നപ്പിള്ളി, ആന്റണി ജോൺ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തുടങ്ങിയവരടക്കം ഒട്ടേറെ പേർ മൃതദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. രാമചന്ദ്രനില്ലാത്ത വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ ഷീലയും മകൻ അരവിന്ദും മകൾ ആരതിയും ആരതിയുടെ 2 കുട്ടികളും മടങ്ങിയെത്തിയ കാഴ്ച ഹൃദയഭേദകമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. Study German at International Language Academy, ELA Cochin. Grab your future in Germany and Austria.